മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2025 സെപ്റ്റംബർ 23 ചൊവ്വ. ഇന്ത്യയ്ക്ക് മേൽ 50% തീരുവ ചുമത്തിയതിന് പിന്നാലെ H-1B വിസയുടെ ഫീസ് കുത്തനെ വർദ്ധിപ്പിച്ച ട്രംപ് ഭരണകൂടത്തിന്റെ നടപടിയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ചർച്ച ചെയ്യുന്നത്. ട്രംപിന്റെ പ്രഹരം. US പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള രണ്ടാം വരവിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ ഭരണചക്രം തിരിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ആക്രമണോത്സുക മനോഭാവത്തോടെയാണെന്ന് അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയുടെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ വ്യക്തമായതാണ്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ അഥവാ അമേരിക്കയെ പിന്നെയും മഹത്തരമാക്കുക എന്ന അദ്ദേഹത്തിന്റെ പോപ്പുലിസ്റ്റ് മുദ്രാവാക്യത്തെ കുടിയേറ്റ വിരുദ്ധതയിലും വംശീയതയിലും അധിഷ്ഠിതമായ നയങ്ങളിലൂന്നി പ്രയോഗവൽക്കരിച്ചതിന്റെ ഒട്ടേറെ അനുഭവങ്ങൾക്കാണ് 6 മാസത്തിനിടെ ലോകം സാക്ഷിയായത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം ഒന്നാം ഊഴത്തിൽ തുടങ്ങിവെച്ച വ്യാപാര യുദ്ധത്തിന്റെ തുടർച്ചയായുള്ള തീരുവ നയങ്ങളായിരുന്നു. US-മായി സൗഹൃദത്തിലുള്ള ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങൾക്ക് പോലും ഇറക്കുമതിക്കായി അധിക ചുങ്കം ചുമത്തി കനത്ത പ്രഹരമേൽപ്പിച്ചത് ഏപ്രിൽ ആദ്യവാരമായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇന്ത്യക്ക് 26% തീരുവ പ്രഖ്യാപിച്ച ട്രംപ് പിന്നീട് റഷ്യയുമായുള്ള മോദി സർക്കാരിന്റെ സൗഹൃദത്തിന് പിഴയായി തീരുവ ഇരട്ടിപ്പിച്ചു. ഫലത്തിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യാൻ മുമ്പത്തേതിനേക്കാളും 50% അധികം ചുങ്കം നൽകണമെന്നായി. ഇന്ത്യൻ കയറ്റുമതി മേഖലയെ സാരമായി ബാധിച്ച ഈ നയത്തിന് പിന്നാലെ ട്രംപ് ഭരണകൂടത്തിന്റെ മറ്റൊരു വൻ പ്രഹരം കൂടി രാജ്യത്തിനുമേൽ പതിച്ചിരിക്കുന്നു. അമേരിക്കയിൽ വിദഗ്ധ ജോലിക്കായി പോകുന്നവർക്ക് ആവശ്യമായ H-1B വിസയുടെ വാർഷിക അപേക്ഷാ ഫീസ് $1,00,000 ഉയർത്തിയിരിക്കുകയാണവർ. IT മേഖലയിലും മറ്റുമായി US-ൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളെയും അവരുടെ കുടുംബങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന അമേരിക്കയുടെ വിസ നയത്തിൽ അന്താളിച്ചു നിൽക്കുകയാണ് മോദി സർക്കാർ. ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ് പൊതുവിൽ H-1B വിസ എടുക്കുന്നത്. ശരാശരി 2.5 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ ഇതുവരെ ഈടാക്കിയിരുന്ന വിസക്കാണിപ്പോൾ ഒറ്റയടിക്ക് $1,00,000 ഫീസ് നിശ്ചയിച്ചിരിക്കുന്നത്. ഒരു വർഷം ശരാശരി 6.5 ലക്ഷം H-1B വിസയാണ് അമേരിക്ക നൽകി വരുന്നത്. 2015 മുതലുള്ള കണക്ക് നോക്കിയാൽ ഈ വിസയിൽ ഏറ്റവും കൂടുതൽ പ്രൊഫഷണലുകൾ US-ലെത്തുന്നത് ഇന്ത്യയിൽ നിന്നാണ്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 4 ലക്ഷത്തിലേറെ ഇന്ത്യക്കാർ H-1B വിസയിൽ അമേരിക്കയിലെത്തിയെന്നാണ് കണക്കുകൾ. വിസ ഫീസ് വർദ്ധിപ്പിക്കുന്നതോടെ ഒരു കാര്യം ഉറപ്പാണ്. 1. നിലവിലുള്ള തൊഴിലാളികളിൽ വലിയൊരു ശതമാനം പേരുടെയും വിസ പുതുക്കാൻ കമ്പനികൾ തയ്യാറാകില്ല. 2. പുതിയ റിക്രൂട്ട്മെന്റുകൾ നടക്കില്ല. രണ്ടായാലും സ്റ്റെം മേഖലയിൽ ഇന്ത്യക്കാർക്ക് വലിയ തൊഴിൽ നഷ്ടമുണ്ടാകും. അതോടൊപ്പം ഉന്നത പഠനത്തിനായുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ അമേരിക്കൻ പ്രവാസത്തിനും നിയന്ത്രണമാകും. ഇതിന്റെ എല്ലാം പ്രത്യാഘാതം എത്ര വലുതായിരിക്കുമെന്ന് ഊഹിക്കാൻ പോലുമാവില്ല. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നിരീക്ഷിച്ചതുപോലെ വലിയ മാനുഷിക ദുരന്തത്തെയാണ് ഈ ഒരൊറ്റ നീക്കത്തിലൂടെ നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കാൻ പോകുന്നത്. എന്താണ് ഇത്തരമൊരു കടുത്ത തീരുമാനത്തിന്റെ ചേതോവികാരം എന്നത് വ്യക്തമാണ്. അത് അടിസ്ഥാനപരമായി ട്രംപിന്റെ വംശീയതയിൽ അധിഷ്ഠിതമായ കുടിയേറ്റ വിരുദ്ധ നയം തന്നെ. H-1B വിസയ്ക്കെതിരായ നിലപാട് തന്റെ ഒന്നാം ഊഴത്തിൽ തന്നെ ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തെ പൗരർക്ക് അവസരം നിഷേധിച്ച് കുറഞ്ഞ ചിലവിൽ വിദേശത്ത് നിന്ന് തൊഴിലാളികളെ ഇറക്കുമതി ചെയ്യാനുള്ള എളുപ്പവഴിയാണ് H-1B വിസയെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. H-1B വിസ കാരണം നിരവധി US പൗരർക്ക് തൊഴിൽ നഷ്ടമുണ്ടായെന്നും അത് പരിഹരിക്കലാണ് ഈ നടപടിയിലൂടെ ലക്ഷ്യമിട്ടതെന്നും ട്രംപ് പറയുന്നു. അതോടൊപ്പം വിസ ഫീസ് ഉയർത്തുന്നതോടെ അതിവിദഗ്ധ തൊഴിലാളികൾ മാത്രമേ ഇനി വിദേശത്ത് നിന്ന് ജോലിക്ക് അപേക്ഷിക്കുകയുള്ളൂ എന്നും കണക്കുകൂട്ടുന്നു. ഈ ന്യായത്തെ അമേരിക്കയിലെ തൊഴിൽ വിദഗ്ധർ പോലും അംഗീകരിക്കുന്നില്ല. രാജ്യത്തെ തൊഴിൽ മേഖലയെ അനിശ്ചിതത്വത്തിലാക്കാനേ ഈ നയം ഉപകരിക്കൂവെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ആ ആഘാതം നമ്മുടെ രാജ്യത്തും കാര്യമായി പ്രതിഫലിപ്പിക്കുമെന്നുറപ്പാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറ്റ സുഹൃത്തിൽ നിന്നാണ് രാജ്യത്തിന് ഈ അടിയേറ്റിയിരിക്കുന്നതെന്ന് കാണാതിരിക്കാനാവില്ല. ട്രംപിന്റെ തീരുവ നയം ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. അതിനെ തന്ത്രപരമായി നേരിടാൻ ഇന്ത്യക്കായിട്ടില്ല. ആ ആഘാതം തുടരവെയാണ് H-1B വിസയുടെ രൂപത്തിൽ മറ്റൊരു പ്രഹരം. ഈ പ്രത്യേക വിഷയത്തിൽ 2 വർഷം മുമ്പ് മോദി നടത്തിയ ചില പ്രഖ്യാപനങ്ങൾ ഈ അവസരത്തിൽ ഓർക്കാവുന്നതാണ്. 2023 US സന്ദർശനത്തിനിടെ വാഷിംഗ്ടണിലെ റീഗൽ ബിൽഡിംഗിൽ പ്രവാസി ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്യവെയായിരുന്നു അത്. US-ലുള്ള ഇന്ത്യക്കാർക്ക് H-1B വിസ പുതുക്കാൻ രാജ്യത്ത് നിന്ന് പുറത്തു പോകേണ്ടി വരില്ലെന്നായിരുന്നു ആ പ്രഖ്യാപനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അത് വലിയ വാർത്തയുമായി. മോദിയുടെ 3-ാം ഊഴത്തിന് പിറകെ കൂട്ടുകാരൻ US-ൽ രണ്ടാമതും പ്രസിഡന്റ് പദത്തിലെത്തുകയും ചെയ്തതോടെ ആ പ്രഖ്യാപനം യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ് കരുതിയത്. പക്ഷേ കൂട്ടുകാരൻ പണി പറ്റിച്ചു. H-1B വിസ തന്നെയും അപ്രാപ്യമാക്കും വിധം ഫീസ് വർദ്ധിപ്പിച്ച് ഇന്ത്യക്കാരുടെ അമേരിക്കൻ സ്വപ്നങ്ങൾക്ക് അറുതി വരുത്തിയിരിക്കുകയാണ് ട്രംപ്. ഇതിനോടുള്ള മോദിയുടെ പ്രതികരണം അതിലും വിചിത്രമാണ്. വിദേശ രാജ്യങ്ങളോടുള്ള ആശ്രിതത്വമാണ് ഇന്ത്യയുടെ മുഖ്യ ശത്രുവെന്ന ആ പ്രസ്താവന തന്റെ നയതന്ത്രം പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന പ്രഖ്യാപനമാണ്. മോദിയുടെ സ്വന്തം നിർമ്മിതിയായ നീതി ആയോഗിനും സമാനമായ അഭിപ്രായമാണുള്ളത്. അമേരിക്കയിൽ നിന്ന് തൊഴിൽ നഷ്ടപ്പെട്ടു വരുന്നവർ മോദിയുടെ വികസിത് ഭാരത് യജ്ഞത്തിന് മുതൽക്കൂട്ടാവുമത്രേ.
നമ്മുടെ ഭരണ നേതൃത്വത്തിന്റെ കഴിവുകേടിന് ഇതിൽ പരമൊരു തെളിവ് വേണോ? ലജ്ജിക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യാനാകും? മാധ്യമം പോഡ്കാസ്റ്റ്.